ഇന്നും ജീസസിന്റെ മാംസം എന്താണ്, ജീസസിന്റെ ശരീരം എന്താണ് എന്ന് ഇന്നത്തെ മതവക്താക്കൾക്ക് അറിയില്ല, അച്ഛന്മാർക്ക് അറിയില്ല, വാസന്മാർക്ക് അറിയില്ല. വായിക്കാത്ത വെച്ച് മാംസമായി അത് ടെസ്റ്റിന് അയച്ചപ്പോഴത്തേക്ക് അതിനകത്ത് മാംസമാണെന്ന് പ്രൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കള്ള റിപ്പോർട്ടുകൾ വെച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അതുകൊണ്ടാണ്. സോ അന്നത്തെ ജനങ്ങൾ എന്ന് വാദിച്ചു, എങ്ങനെ ഇവന്റെ മാംസം ഞങ്ങൾക്ക് തിന്നാൻ തരുമെന്ന് അവർ വാദിച്ചു. യേശു എന്ന് അവരോട് പറയുവാണ്, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. മാംസം ഭക്ഷിക്കണമെന്ന് രക്തം കുടിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ജീസസ് പറയുക, എന്റെ മാംസമാണ് ശരിക്കുമുള്ള ഭക്ഷണം, എന്റെ രക്തമാണ് ശരിക്കുമുള്ള പാനീയം. ഈ ഭക്ഷണം, ഈ പാനീയം നാവ് കൊണ്ട്, വാ കൊണ്ട് ആമാശയത്തിലേക്ക് പോകേണ്ടുന്ന കാര്യമല്ല. കാരണം ജീസസ് തന്റെ പരീക്ഷണ വേളയിൽ കല്ലിനെ അപ്പമാക്കുക എന്ന് പറഞ്ഞപ്പോ മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ജീവനുള്ള അപ്പം. സോ അപ്പം എന്ന് പറയുന്നത് ആക്ഷരികമായി എടുക്കരുത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ യേശു എങ്ങനെ ഈ പിതാവിനെ തിന്നുകൊണ്ടിരിക്കുന്നത്? പിതാവിന് ശരീരമുണ്ടോ? പിതാവിന് മാംസമുണ്ടോ? അപ്പൊ ജീസസ് ഈ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പിതാവിനെ 3 നേരം വെട്ടിമുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണോ? അപ്പൊ എന്താണ് ഈ ഭക്ഷണം, എന്താണ് ഈ പാനീയം? അപ്പൊ ജീസസ് വ്യക്തമാക്കുന്നു, ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നു. എങ്ങനെ? അവിടെയാണ് മർമ്മം. ക്രിസ്ത്യാനി കേട്ട് പഠിക്ക്. നിങ്ങൾക്ക് ഇനിയൊരു അവസരം ഇങ്ങനെ കിട്ടത്തില്ല. കേട്ട് പഠിക്ക്. യേശു പിതാവിനെ ഭക്ഷിച്ച് ജീവിച്ചതുപോലെ യേശുവിനെ ഭക്ഷിക്കുന്നവൻ ജീവിക്കുമെന്ന് പറയുമ്പോ 24 മണിക്കൂറും ജീസസ് പിതാവിനെ കേട്ട് 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 ആ കേട്ട കാര്യത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചതുപോലെ യേശു പറയുന്ന ആദർശങ്ങളെ, യേശു പറയുന്ന വചനങ്ങളെ കേൾക്കുകയും പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഭക്ഷണം പാനീയം. വീണ്ടും ജീസസ് പറയുക, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. ഏതാകുന്നു? ഈ ശരീരത്തെ കുറിച്ചല്ല അപ്പൊ ജീസസ് പറയുന്നത്. ആശയങ്ങൾ, പിതാവിൽ നിന്നുള്ള റീമ വചനങ്ങൾ. പെസഹാവ്യാഴത്തിനകത്ത് കുറച്ച് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി തിന്ന്, കുറച്ച് വീഞ്ഞും എടുത്ത് കുടിച്ച്, ഇത് യേശുവിന്റെ രക്തമാണ്, യേശുവിന്റെ മാംസമാണെന്ന് പറഞ്ഞ് കള്ളത്തിൽ ആൾക്കാരെ പറ്റിച്ചുള്ള കത്തിനാന്മാരും മെത്രാന്മാരും പാസ്റ്റർമാരും ഇനിയെങ്കിലും ജനങ്ങളെ പറ്റിക്കുന്നത് നിർത്തിക്കോ. ദിസ് ഈസ് എ ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ശരിക്കുമുള്ള തിക്താനുഭവം നിങ്ങൾ പഠിക്കും. നിങ്ങളുടെ ജീവിതം കൊണ്ട് കർത്താവ് പഠിപ്പിക്കും. എത്രത്തോളം നിങ്ങൾ ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ തിന്നും.